പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയായിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് സൂരജ്. ഇതേ തുടർന്നാണ് സൂരജിനെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനവുമായി അവർ മുന്നോട്ട് പോകുന്നത്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും സൂരജിന് ജാമ്യമെടുത്തു കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വക്കീലും കൂടെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകുന്നതും സൂരജിനെ തട്ടിക്കൊണ്ടുപോകുന്നതും. ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാത്ത അവസ്ഥ ഉണ്ടാവുകയാണ് മീനുവിന്. ഇതോടെ സൂരജിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മീനു. കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്ന് മീനു ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ അന്വേഷണവുമായി മീനു മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്ന് ഇതോടെ അറിയാൻ ഇടയാവുകയാണ് ഇന്ദുജ. ഇന്ദുജയെ ഞെട്ടിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മീനു കാണുന്നതിനായി. ഇന്ദുജയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നീ ഇനി ഉരുണ്ട് കളിക്കാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓഹോ, നിനക്കറിയുമോ? എങ്കിൽ നീ നിന്റെ സൂരജിനെ കണ്ടെത്ത്. നിന്റെ വിവാഹമൊന്ന് നടക്കുന്നത് എനിക്ക് കാണുക തന്നെ വേണം. ഞാനും വരുന്നുണ്ട് നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. എന്താ, അതുപോലെ? ഇത് കേട്ടതിനെ തുടർന്ന് ഇതിന് പിന്നിൽ കളിച്ചത് കൃത്യമായി അറിയാവുന്ന മീനു സൂരജിനെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നു. വിവാഹത്തിന് വേണ്ടി മാത്രമല്ല, അച്ചമ്മയ്ക്ക് കൊടുത്ത വാക്കും എനിക്ക് പാലിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചാണ് ഇപ്പോൾ മീനു മുന്നിലേക്ക് പോകുന്നത്. ഇതേ തുടർന്ന് വക്കീലിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഉണ്ടായ അറ്റാക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൻ്റെ അന്വേഷണം ഇതോടെ മുന്നിലേക്ക് മീനു കൊണ്ടുപോവുകയും ഒടുവിൽ സൂരജിനെ എവിടേക്കാണ് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള വിവരം മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതോടെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കണം എന്ന് മീനു ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗുണ്ടകളെ തേടിക്കൊണ്ട് മീനു എത്തിയിരിക്കുകയാണ്. അവരുടെ താവളത്തിലേക്ക് അപ്രതീക്ഷിതമായ ഈ വരവ് അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കളയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അവർ. ഇതിനിടയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന സൂരജ് ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല ഇന്ദുജ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇന്ദുജ അവിടേക്ക് കടന്നു വരികയാണ്. അതെ, ഞാൻ തന്നെയാണ്. നിന്നെ അങ്ങനെ സുഖമായി ജീവിക്കാൻ വിടില്ലട എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മീനുവും പോലീസും അപ്രതീക്ഷിതമായി അവിടേക്ക് കടന്നു വരുന്നതും ഇതേ തുടർന്ന് പിടികൂടുന്നതും. സൂരജ് ഇതോടെ രക്ഷപ്പെടുകയായി. സൂരജ് ഉടൻ തന്നെ മീനുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.